സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം അത് ഇന്നലെ പമ്പയിൽ നടത്തപ്പെടുകയുണ്ടായി. അതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ സർക്കാർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം എല്ലാ ദൃശ്യമാധ്യമങ്ങളും, മലയാള ദൃശ്യമാധ്യമങ്ങളും തത്സമയം റിപ്പോർട്ട് ചെയ്തപ്പോഴും ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രസംഗിച്ചത് കാണാമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതുപോലെ അവർ അവകാശപ്പെട്ടതുപോലെ, സർക്കാർ അവകാശപ്പെട്ടതുപോലെ ഒന്നും ആളുകൾ എത്തിയിരുന്നില്ല. ഇതിലൊരു വിചിത്രവാദം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നടത്തുകയുണ്ടായി. കാരണം ആളൊഴിഞ്ഞ കസേരകൾ തത്സമയം പ്രേക്ഷകർ, മലയാളികൾ വിവിധ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ അതിനൊക്കെ പിന്നിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ആണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഒഴിഞ്ഞ കസേരയുടെ ചിത്രങ്ങൾ AI ഉപയോഗിച്ച് ഉണ്ടാക്കി കൂടെ എന്നുള്ള വിചിത്ര വിശദീകരണം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അയ്യപ്പ സംഗമത്തിൽ ആള് കുറവ് എന്നുള്ളത് കള്ളപ്രചരണമായിരുന്നുവെന്നും 4600 പേർ അവിടെ എത്തി എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ, അത് അത്രയും പോരെ. ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ആ കള്ളപ്രചരണം വേറെ എന്താ? ഏത് സെഷനിൽ പങ്കെടുത്തതിനെ പറ്റി ഞങ്ങൾ പറയുന്നത്? ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. വേണം നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. പ്രജിത് മോഹനിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് പോകേണ്ടതുണ്ട്. പ്രജിത്ത് തത്സമയം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രജിത്ത്, ഈ കണക്കുകളിലൊന്നും ഒരു സാമ്യതയില്ലല്ലോ. 4600 എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ദേവസ്വം മന്ത്രിയുടെ വാക്കുകളിൽ വേറെയാണ്. ഇനി യഥാർത്ഥ കണക്കുകൾ അതിലും വേറെ, കണ്ട ദൃശ്യങ്ങളിലൂടെയുള്ള കണക്കുകൾ ഇതൊന്നുമല്ല. അത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വാചകങ്ങളാണ്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അവിടെ ആള് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് ഒരു കണക്കാണെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മറ്റൊരു കണക്കാണ്. അങ്ങനെ ആകെ മൊത്തം ഈ പറയുന്ന പരിപാടി സംഘടിപ്പിച്ചവർക്കോ ആ പരിപാടിക്ക് നേതൃത്വം നൽകിയ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഒന്നും കൃത്യമായ ഒരു ധാരണ പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തുള്ളത് പറയേണ്ടത്. ചില പരാമർശങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ AI ആണ്, അതായത് ഒഴിഞ്ഞ കസേരകളുടെ ചിത്രങ്ങൾ AI ഉപയോഗിച്ച് മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചതാണ്, അതിൽ കള്ളപ്രചാരണമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഒരു തവണ മാധ്യമങ്ങൾക്കെതിരെ വളരെ ശുഭിതമായി തട്ടിക്കയറാൻ പോലും CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറെടുത്തു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ആള് കുറവെന്നുള്ളത് കള്ളപ്രചാരണമാണ്, 3000 ഉദ്ദേശിച്ചത്, 4600 പേർ വന്നു, മാധ്യമങ്ങൾ നാണവും മാനവും ഇല്ലാതെ കള്ളപ്രചാരണം നടത്തുന്നു, ഒഴിഞ്ഞ കസേരകൾ AI ദൃശ്യങ്ങളാകും. ഇത് അല്ല എന്ന് തിരിച്ച്, അതായത് പ്രത്യേകിച്ച് അവിടെ നിന്നും തത്സമയം പകർത്തിയ ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് പോലും ആളുകൾ എഴുന്നേറ്റ് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയും തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ VN വാസവൻ പറയുന്ന കണക്ക് പറഞ്ഞ 5000 പേർക്കൊക്കെയാണ് പ്രതീക്ഷിച്ചത്, 4126 പേര് പങ്കെടുത്തു എന്നുള്ളത് പറയുന്നു. എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് നടത്തി. അതുകൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോയി എന്നുള്ളതൊക്കെ കള്ളപ്രചരണമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് 3 സ്ഥലങ്ങളിലായി സെഷനുകളിലായി നടത്തിയ സെമിനാറുകളിലാണ് ആളുകൾ 3 സെക്ഷനുകളിലായിട്ടാണ് ഈ സെമിനാറുകൾ നടത്തിയത്. അപ്പോൾ അവിടെയെല്ലാം പങ്കെടുത്ത ആളുകൾ കൃത്യമായ എണ്ണമുണ്ട്. പക്ഷെ അതെല്ലാം മാധ്യമങ്ങൾ ആള് കുറഞ്ഞ എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഒഴിഞ്ഞ കസേരകളുടെ ഫോട്ടോ എടുത്തത് പരിപാടിക്ക് മുൻപാണെന്ന് മന്ത്രി പറയുന്നു. പക്ഷേ AI ആണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ കണ്ടെത്തൽ. അങ്ങനെ വലിയ രീതിയിൽ, അതായത് സർക്കാർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കോടികൾ ചെലവഴിച്ച് 7 കോടി ചെലവഴിച്ച് നടത്തിയ പരിപാടിയിൽ യഥാർത്ഥ അയ്യപ്പക്തർ ആരും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഉണ്ടായിരുന്നതിൽ ഭൂരിപക്ഷവും ഒന്നെങ്കിൽ സർക്കാർ ജീവനക്കാർ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ, അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ അടുപ്പക്കാരും ഇഷ്ടക്കാരുമായിട്ടുള്ള ആളുകളൊക്കെയാണ്. അയ്യപ്പ ഭക്തർ എന്ന് നമുക്ക് വിളിക്കാവുന്ന സാധാരണക്കാരായ ആളുകളുടെ പങ്കാളിത്തം അവിടെ വളരെ കുറവായിരുന്നു. കുറച്ച് ഈ പറയുന്ന രീതിയിൽ കുറച്ച് VIP എന്നൊക്കെ പറയാവുന്ന ചില സിനിമാ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പലതും ശ്രദ്ധേയമായിട്ടുള്ളത് തങ്ങളുടെ ഈ പറയുന്ന അവിശ്വാസികളാണ് തങ്ങൾ എന്ന് പരസ്യമായി പറയാൻ പോലും ധൈര്യം കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള വിശ്വാസ പദ്ധതിയുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സിനിമാക്കാരും ഒക്കെയാണ് അവിടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം എത്തിയത്. അതോടൊപ്പം തന്നെ പഴയകാല സിമിയുടെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അങ്ങനെ ആകെ മൊത്തം അവിടെ ഉണ്ടായിരുന്നതെല്ലാം CPMനെ അനുകൂലിക്കുന്നവർ, അല്ലെങ്കിൽ CPMനൊപ്പം നിൽക്കുന്ന സർക്കാർ ജീവനക്കാരായിട്ട് ആളുകൾ, അവർക്ക് ടാഗ് ധരിച്ച് അവിടെ ഇരിക്കുന്നതും എല്ലാം കണ്ടതാണ്. അപ്പോൾ ആകെ മൊത്തം പൊളിഞ്ഞു പാളീസായ ഒരു പരിപാടി. ആവശ്യത്തിന് ഈ പ്രതിനിധി ഇത്രയധികം കോടികൾ ചെലവഴിച്ചിട്ടും സർക്കാർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടും PR വഴി കോടതി നിർദ്ദേശം ലംഘിച്ച് പ്രചാരണം നടത്തിയിട്ട് കൂടി ആളുകൾ ആരും എത്തിയതുമില്ല. അതിൽ കൃത്യമായ ഏത് ഭക്തർക്ക് സർക്കാരിനുള്ള സമീപനം എന്താണ്
എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതായിരുന്നു അവിടുത്തെ പങ്കാളിത്തവും അതിന്റെ പുറത്തു വന്നിട്ടുള്ള കണക്കുകളുമെല്ലാം. എന്നിട്ടും കൃത്യമായി ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ആൾ വന്നു, വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർ തങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു പ്രചാരണമാണ് ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ നടത്തുന്നത്. അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ CPM സംസ്ഥാന സെക്രട്ടറി ചാടിക്കടിക്കുന്ന സാഹചര്യവും ഇന്നുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആകെ മൊത്തം ഈ പരിപാടി പൊളിഞ്ഞ് പാളീസായതിന്റെ ഞെട്ടലിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തിന് CPM സംസ്ഥാന സെക്രട്ടറി വരെ എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അയ്യപ്പ ഭക്തർ തങ്ങൾക്കൊപ്പമാണ് എന്ന രീതിയിൽ കാട്ടി ഈ ഭൂരിപക്ഷ ജനതയിൽ നിന്ന് കുറച്ചധികം വോട്ടുകളെങ്കിലും പിടിച്ചെടുക്കണം എന്നുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിയത്. അത് 8 നിലയിൽ പൊട്ടിയ സാഹചര്യത്തിലാണ് ഇത്രയധികം കുപിതരായി CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ മാധ്യമങ്ങളെ വിമർശിക്കുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അനു, പ്രജിത്ത്, ഈ ഒരു വേളയിൽ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ആയിരിക്കും ഒഴിഞ്ഞ കസേരകൾക്ക് പിന്നിലെന്ന് പറഞ്ഞപ്പോൾ ഓർത്തു പോവുകയാണ്. കാരണം കുറച്ച് നാൾ മുൻപ് ഇതേ CPM സംസ്ഥാന സെക്രട്ടറി ഇതേ MV ഗോവിന്ദൻ ഈ AI-യെക്കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള തൻ്റെ സൈദ്ധാന്തിക നിലപാടൊക്കെ വ്യക്തമാക്കിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് AI സോഷ്യലിസത്തിലേക്ക് നയിക്കും എന്നൊക്കെയായിരുന്നു. അതിന് അദ്ദേഹം വിശദീകരിക്കുക വരെ ഉണ്ടായി. ആ ഘട്ടമൊക്കെ ഓർത്തു പോവുകയാണ്. ഇത് പറഞ്ഞതിന് മുൻപിൽ അദ്ദേഹം മറ്റു ചിലതും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പരസ്പര വിരുദ്ധമായ ഭാഷ്യമായിരുന്നു AI-യെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അവസാനം പറഞ്ഞത് സോഷ്യലിസത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് AI വരട്ടെ, നല്ലതല്ലേ, അതിനെന്താ എന്നൊക്കെ ചോദിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി കൂടി ഒന്ന് ഓർത്തു പോവുകയാണ്. അനു, എയുടെ കാര്യത്തിൽ അദ്ദേഹം 2 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്ന ഒരു തവണ അദ്ദേഹം നടത്തിയത് AI സോഷ്യലിസത്തിലേക്ക് ലോകത്തെ നയിക്കുമെന്നുള്ളതാണ്. മറ്റൊരു സമയത്ത് അദ്ദേഹം പറഞ്ഞത് AI ലോകത്തെ തകർക്കും, തൊഴിലില്ലായ്മ രൂക്ഷമാകും, അങ്ങനെ അല്ലെങ്കിൽ എയുടെ ദോഷവശങ്ങളാണ് AIക്കുള്ളത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും ആ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അത്ര രീതിയിലുള്ള പാർട്ടി പഠന ക്ലാസ്സിലൊക്കെ പോകേണ്ടി വരും. കാരണം അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വിരുദ്ധമായി AI-യെക്കുറിച്ച് പറഞ്ഞ ആളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം AI-യെ ആശ്രയിക്കുന്നു. കാരണം AI ഉപയോഗിച്ചാണ് ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കസേരകൾ ഒഴിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത്ര ഒരു നാച്ചുറലായിട്ടുള്ള ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ AI-ക്ക് കഴിയുമെങ്കിൽ അതിനുള്ളൊരു ടൂൾ നമ്മുടെ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം പോലുമുണ്ട്. നമുക്കൊരു AI ചിത്രം എന്താണ്, അല്ലെങ്കിൽ AI എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്ര നാച്ചുറലായി, ഇത്ര സ്വാഭാവികമായ രീതിയിൽ അത്രയും ദൃശ്യങ്ങൾ തത്സമയം എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ. അതെ. അപ്പോൾ അത്രയധികം വലിയ സംവിധാനം, സാങ്കേതിക സംവിധാനം എന്താണെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും. പക്ഷേ AI-യുടെ തിരിച്ചുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് അനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചു. ഈ ദൃശ്യങ്ങളെല്ലാം തത്സമയം ലൈവായി ജനങ്ങൾ കണ്ടതാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്നും ആളുകൾ എണീച്ചു പോകുന്നതൊക്കെ തത്സമയം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചാടിക്കയറി, നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും പ്രചരിപ്പിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ഈ കള്ളം പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ കുറേ കാലമായി കള്ളപ്രചാര വേലകൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് നേരെ ചാടിക്കയറി. അതായത് നിങ്ങൾ കാണിക്കുന്നതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പരാമർശം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ താങ്കൾ ഈ പറയുന്നതും ജനങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഉടനെ അദ്ദേഹം ആ മാധ്യമപ്രവർത്തനോട് തട്ടിക്കയറുകയും പിന്നീട് മാറി നിന്ന് മാധ്യമപ്രവർത്തകരൊക്കെ ഒരു പരിഹസിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളോ സ്റ്റേറ്റ്മെന്റുകളോ ഒക്കെ നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആകെ അസ്വസ്ഥനായിരുന്നു ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത്. എന്താണോ പ്രതീക്ഷിച്ചത് അയ്യപ്പ സംഗമം കൊണ്ട് അത് നടന്നതുമില്ല. പക്ഷേ സർക്കാരിന് വലിയ രീതിയിലുള്ള നാണക്കേടായി. സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ സർക്കാരിന്റെ കാപട്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പലപ്പോഴും അയ്യപ്പധർമ്മം എന്നുള്ളത് സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്ന മുഖ്യമന്ത്രിയൊക്കെ ഉപനിഷത് വചനങ്ങളടക്കം ഗീതയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സനാതന ധർമ്മത്തിൻ്റെതായിട്ടുള്ള പല സന്ദേശങ്ങളും അവിടെ സംസാരിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏറ്റവും അവസാനം അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിന്നത് CPM ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ, ഏതാണ്ടൊരു ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ആകെ മൊത്തം പരിഹാസ്യമായ ചില പ്രകടനങ്ങളായി മാത്രം അയ്യപ്പ സംഗമം ഒഴിഞ്ഞു. അത് അവസാനിച്ചു. ഇത്രയധികം പണം ചിലവാക്കിയത് ഇനി കോടതി നിർദ്ദേശം ലംഘിച്ചതിനുള്ള വേറെ നടപടികൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ചില സമുദായ സംഘടനകളുടെ പ്രതിനിധികളെങ്കിലും അവിടെ എത്തിക്കാൻ സർക്കാർ നൽകിയ ചില ഉറപ്പുകളുണ്ട്. അത് സർക്കാർ പാലിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാകുമെന്നുള്ള കാതലായ ചോദ്യങ്ങൾ. പ്രജിത്ത്, ആഗോള അയ്യപ്പ സംഗമത്തെ ന്യായീകരിച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ കൂടി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുണ്ട്.